പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L4260 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L4260 പ്രിൻ്റർ സ്കാനർ ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ സ്കാനർ ഡ്രൈവർ ഡൗൺലോഡ് എന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ ഈ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന epson.com.jm എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റില്ലേ, ആ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അധിക സിസ്റ്റത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ വെർഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ബ്രാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രാക്കിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത്. അപ്പോൾ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയതായിരിക്കും നിങ്ങൾ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മസ്റ്റായിട്ടും പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ സ്കാനർ ഡ്രൈവറിൻ്റെ ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ പോയിട്ട് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആയിട്ടുണ്ടാവും. ആ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ജസ്റ്റ് അതൊന്ന് യെസ് എന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നുള്ളത് ജസ്റ്റ് റൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐ അക്സെപ്റ്റ് എന്നുള്ള ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ആവുകയുള്ളൂ. അപ്പം അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് വരും. ജസ്റ്റ് ഫിനിഷ് എന്നുള്ളത് കൊടുക്കുക. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന എപ്സൻ്റെ ടൂളാണ്, പുതിയ സ്കാനിങ് ടൂളാണ് എപ്സൺ സ്കാൻ 2 എന്നുള്ളത്. അത് ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും എറർ മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി, ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്കാനർ ഗ്ലാസ്സിൽ നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കുന്നു. എന്നിട്ട് താഴെ കാണുന്ന പ്രിവ്യൂ എന്നോ അല്ലെങ്കിൽ സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ സാമ്പിളിന് വേണ്ടി പ്രിവ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം റെഡിയാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.